ഇപ്പൊ എന്തുകൊണ്ടാണ് പെട്ടെന്ന് സ്വർണത്തിന്റെ വിലയിൽ ഇത്രയും ഒരു കുതിപ്പുണ്ടായത്? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആകെപ്പാടെ ആഗോള വിപണി മാന്ദ്യത്തിലായിരുന്നു. അതായത് ട്രംപിന്റെ വ്യാപാര യുദ്ധം ഒരു വശത്ത്, ഷട്ട് ഡൗൺ, അമേരിക്കയിലെ ഷട്ട് ഡൗൺ, അതുപോലെ തന്നെ മറുവശത്ത് ഇതൊക്കെ കാരണം കൊണ്ട് ആ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ, പശ്ചിമേഷ്യ അടങ്ങി പിന്നെ സമാധാനമായി എന്നൊക്കെ നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുകയാണ്. ഗാസയിൽ വീണ്ടും വീണ്ടും പിന്നെ വെടിയുതിർക്കലല്ല, ബോംബിടല്, ഈ തരത്തില് ആ പശ്ചിമേഷ്യയിലെ സമാധാനം അങ്ങനെ പോകുന്നു. ഒട്ടും ആശ്വാസകരമല്ലാത്ത, സമാധാനപരമല്ലാത്ത ഒരന്തരീക്ഷം അതായിരുന്നു പശ്ചിമേഷ്യയിലുള്ളതാണെങ്കിലും അതുപോലെ വ്യാപാര യുദ്ധത്തിന്റെ കാര്യത്തിൽ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. പക്ഷെ ഈ 2-3 ദിവസമായിട്ട് ഒരു ചെറിയ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളും അമേരിക്കയും തമ്മിൽ പലവട്ടം 5 വട്ടം പറ്റിയാണ് വ്യാപാര ചർച്ചകൾ നടത്തിയത്. നമ്മളുമായിട്ട് യുദ്ധോപകരണങ്ങളുടെ മായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഈ വ്യാപാര കരാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന്റെ 50% തീരുവ അത് എങ്ങനെ എവിടേക്ക് എത്തിക്കും, അതൊക്കെയായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണെങ്കിൽ നമ്മുടെ ഇറക്കുമതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തു ഇറക്കുമതി എങ്കിൽ പോലും, അതായത് മറ്റു പല അമേരിക്കൻ വിപണിയിൽ ഉണ്ടായ നഷ്ടം, ആ വിപണിയിൽ ഉണ്ടായ വിടവ് നികത്താൻ വേണ്ടി നമ്മൾ യൂറോപ്പിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും ഒക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തു, അങ്ങനെ ചെയ്തു. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന അത്ര നമുക്ക് ഈ പറയപ്പെട്ട മറ്റു വിപണികളിലേക്ക് എല്ലാം കൂടി പോലും കയറ്റി അയക്കാൻ പറ്റിയില്ല.